അരിയും ഉഴുന്നും ഒന്നും ചേർക്കാതെ നമുക്ക് ഓട്സ് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. അതിനായിട്ട് നമുക്ക് ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ 250 ml കപ്പിന് 1 കപ്പ് ഓട്സ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഗോൾഡൻ കളറൊന്നും ആകണ്ട, എന്നാലും നമ്മൾ അത് പൊടിക്കുന്ന തരത്തിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നാലേ നമുക്ക് പെട്ടെന്നൊന്ന് പൊടിച്ച് നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ജസ്റ്റ് മാറി ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്കത് ആറാനായിട്ട് വയ്ക്കാം. ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അതിട്ട് കൊടുക്കാം. ഓട്സ് കൊണ്ട് വളരെ ടേസ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ നമുക്ക് ഉഴുന്ന് വേണ്ട, അതുപോലെ അരി വേണ്ട, ഒന്നും വേണ്ട. ഓട്സ് കൊണ്ട് ഞാൻ ദോശ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവർ അങ്കിൾ ടോം ടേസ്റ്റിൽ കാണുക. അതുപോലെ തന്നെ ഇഡ്ഡലി, അങ്ങനെ പല വിഭവങ്ങൾ ഓട്സ് കൊണ്ടുണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഓട്സ് കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടും. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഓട്സ് കൊണ്ടുള്ള വിഭവങ്ങൾ. പലതരത്തിൽ ഓട്സ് കൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ താല്പര്യമായിരിക്കും ഓട്സ് കഴിക്കാനായിട്ട്. ഇനി അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പാനിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 കപ്പ് റവ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നമുക്കൊന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒത്തിരി അങ്ങ് ചൂടാകൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിൻ്റെ ആ പച്ച ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സിൻ്റെ പൊടിയും കൂടി ഈ റവയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ആറിക്കഴിഞ്ഞിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് ഒരു ബേക്കിംഗ് സോഡ നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ കാരണം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് മിക്സ് ചെയ്ത് ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഒട്ടും ചേർക്കണ്ട. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തു. അതോടൊപ്പം തന്നെ ഒരു പിഞ്ച്, ഞാൻ ഉടനെ തന്നെ ഉണ്ടാക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് തൈരാണ്. കൂടുതൽ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി, അല്ല എങ്കിൽ 1/2 കപ്പ് എടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക്, അതുപോലെ തന്നെ ഒന്ന് പൊങ്ങാനായിട്ടും ഒക്കെ നല്ലതാണ് നമ്മൾ തൈര് ഇടുന്നത്. ആ തൈരും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തൈരും കൂടി നന്നായിട്ട് സ്പൂൺ കൊണ്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒരു ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ എല്ലാ ഭാഗത്തും, പൊടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാ നമ്മൾ
ആ പൊടിക്ക് നല്ല സോഫ്റ്റായി തീരും. കണ്ടോ? ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം നമുക്ക് ആ മാവ്. കുറേശ്ശെ ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്, ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മളതിന് ചട്നിയൊക്കെ ഉണ്ടാക്കി വരുന്ന ആ സമയം വരെ നമുക്ക് ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാവിന് സ്വല്പം തിക്കായി, റവയൊക്കെ ഇട്ടത് കാരണം സ്വല്പം തിക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. നമ്മളത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ റവയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് വരും. അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം കൂടി വേണം ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കണ്ടോ, ഇച്ചിരി വെള്ളം കൂടി വേണം. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. നമ്മൾ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ, നമ്മളെ മേളിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം, ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിലായിരിക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ ശരിയായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനായിട്ട് ഇഡ്ഡലി തട്ടെടുക്കുക. ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഇഡ്ഡലി തട്ടിൽ നമ്മളുടെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മാവ് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ തട്ട് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് തുടയ്ക്കാതെ തന്നെ അതിലേക്ക് എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം, എണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി ഒട്ടും പിടിക്കത്തില്ല. അതൊരു ടിപ്പാണ് കേട്ടോ. നമ്മളുടെ ഇഡ്ഡലി തട്ട് നനച്ചിട്ട് തുടയ്ക്കാതെ അതിലേക്ക് എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഞാൻ ഇഡ്ഡലി പാത്രം ഗ്യാസിൽ വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ തട്ട അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ആ കുഴിവിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.